അതായത് വോട്ട് ചെയ്ത് ജയിപ്പിച്ചു വിട്ടാൽ മാത്രം പോരാ, ഭരിക്കുന്നവരുടെ മാത്രമല്ല അവരുടെ ശിങ്കിടികളുടെയും സകല ചെലവും നോക്കണം. ഇതാണ് മര്യാദയ്ക്ക് പണിയെടുത്ത് ജീവിക്കുന്ന ഒരു സാധാരണക്കാരൻ്റെ കടമ. എന്തായാലും ഈ രണ്ട് പിണറായി സർക്കാരിൻ്റെ കാലത്തുമായി കാലാവധി തികയ്ക്കാതെ രാജിവെച്ച മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫുകൾ എത്ര പേരാണെന്ന് അറിയാമോ? 84 പേർ. 84 പേരാണ് 9 വർഷങ്ങൾക്കിടയിൽ മറ്റുള്ളവർക്ക് അവസരമൊരുക്കുന്നതിന് വേണ്ടി സ്വയം രാജിവെച്ചൊഴിഞ്ഞു പോയത്. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് 41 പേരും രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് 43 പേരും. ഒരു പേഴ്സണൽ സ്റ്റാഫ് അംഗത്തിന് ആജീവനാന്തം പെൻഷൻ കിട്ടണമെങ്കിൽ 2 വർഷവും വെറും 1 ദിവസവും കൂടി മാത്രം സേവനമനുഷ്ഠിച്ചാൽ മാത്രം മതി. 2 വർഷവും 1 ദിവസവും ജോലി ചെയ്തവരാണ് ഈ 84 പേർ. വിവിധ സർക്കാർ വകുപ്പുകളിൽ നിന്ന് ഡെപ്യൂട്ടേഷനിൽ എത്തിയവരായിരുന്നു. ഇവർക്കൊക്കെ മാസാമാസം പെൻഷൻ മാത്രമല്ല കൊടുക്കുന്നത്, 40,000 രൂപ മുതൽ 1.5 ലക്ഷം രൂപ വരെ ഗ്രാറ്റുവിറ്റിയും നൽകും. സ്വന്തക്കാർക്കും വേണ്ടപ്പെട്ടവർക്കും ഇങ്ങനെ വാരിക്കോരി കൊടുക്കുന്ന പണം സംസ്ഥാന സർക്കാർ കമ്മട്ടം വെച്ച് അച്ചടിച്ചുണ്ടാക്കുന്നതല്ല, നമ്മളെപ്പോലെയുള്ളവരുടെ കയ്യിൽ നിന്ന് പിഴകളായും നികുതികളായും പിടിച്ചു പറിക്കുന്നതാണിത്. ഇത്തരം അനീതികൾക്കെതിരെ ശബ്ദമുയർത്തണമെന്ന് ഒരു അഭിപ്രായം പറഞ്ഞാൽ പോലും കലാപാഹ്വാനത്തിന് കേസെടുക്കുന്ന കാലമാണിത്. അതുകൊണ്ട് ഇതെല്ലാം കണ്ടും കേട്ടും അനുഭവിച്ചും നമുക്ക് പിഴകളും നികുതികളും ഒടുക്കാനുള്ള പണത്തിനായി എല്ലുമുറിയെ പണിയെടുക്കാം.